വെൽക്കം ബാക്ക് ടു ലേണിനോ. സോ ഈ വർഷം KTU BTech ജോയിൻ ചെയ്യാൻ പോകുന്ന കുട്ടികൾക്കുള്ള ഒരു വീഡിയോ ആണ്. നമുക്ക് ഫസ്റ്റ് ഇയറിൽ ഏതൊക്കെ സബ്ജക്ട്സ് ആണ് വരുന്നത്, എങ്ങനെയാണ് അതിന്റെ മാർക്കിംഗ് സ്കീം, എക്സാം എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുന്നേയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് ബ്രാഞ്ച് ആണെങ്കിലും ഒരേപോലെ ആയിരുന്നു സിലബസും കാര്യങ്ങളും ഒക്കെ. പക്ഷെ ഇപ്പൊ നമ്മൾ ഗ്രൂപ്പ് സ്പെസിഫിക് ആയിട്ടാണ് ഓരോ സബ്ജക്റ്റും വന്നിട്ടുള്ളത്. ഇപ്പൊ ഗ്രൂപ്പ് A, ഗ്രൂപ്പ് B, ഗ്രൂപ്പ് C, ഗ്രൂപ്പ് D, അങ്ങനെ 4 ഗ്രൂപ്പാണ് നമുക്കുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ ഗ്രൂപ്പ് എയുടെ സബ്ജക്ട്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ഗ്രൂപ്പ് എയിൽ ഏതൊക്കെ ബ്രാഞ്ചുകാരാണ് ഗ്രൂപ്പ് എയിൽ വരാൻ നോക്കാം. അതിനുശേഷം നമുക്ക് സബ്ജക്ട്സ് നോക്കാം. അപ്പൊ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 2 സെമസ്റ്റർ ആണ് ഉണ്ടാവുക, ഫസ്റ്റ് സെമസ്റ്ററും സെക്കൻഡ് സെമസ്റ്ററും. ഓക്കെ, സോ നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ്. അതായത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, അതേപോലെ തന്നെ നമ്മൾ AI ആൻഡ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, computer science and business system, information technology, computer science and engineering and business system. പിന്നെ CSE യുടെ തന്നെ ഇപ്പോൾ സ്പെഷ്യലൈസേഷൻ ഡാറ്റ സയൻസ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ്, ബ്ലോക്ക് ചെയിൻ, സൈബർ സെക്യൂരിറ്റി, അങ്ങനെ വരുന്ന എല്ലാ കോഴ്സുകളും നമ്മൾ ഈ ഗ്രൂപ്പ് എയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ടാണ് അത് കമ്പ്യൂട്ടർ ആൻഡ് ഇൻഫർമേഷൻ സയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പായിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് സബ്ജക്ട്സ് നോക്കാം. ആദ്യം നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ നോക്കുകയാണെങ്കിൽ നമ്മൾ ജൂലൈ ടു ഡിസംബർ അങ്ങനെയാണ് നമ്മൾ ഒരു സെമസ്റ്റർ പറയുക, ജൂലൈ ടു ഡിസംബർ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു 10 days കമ്പൽസറി ഇൻഡക്ഷൻ പ്രോഗ്രാം ഉണ്ടാവും. അപ്പൊ അതിനുശേഷം നമ്മൾ ക്ലാസ് തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെയാണ് നമ്മൾ കരിക്കുലത്തിൽ വന്നിട്ടുള്ളത്. അപ്പൊ ഇതിൽ നോക്കൂ, ഫസ്റ്റ് നമുക്ക് അതിന്റെ ഓരോ സ്ലോട്ടാണ് നമ്മൾ പറയുക, ABCD, അങ്ങനെ നമുക്ക് ഓരോ സ്ലോട്ട് ഉണ്ട്. പിന്നെ ഓരോ കോഴ്സുകൾക്കും ഒരു കോഡ് ഉണ്ട്, അതായത് ഓരോ സബ്ജക്റ്റിനും ഒരു കോഡ് ഉണ്ട്. പിന്നെ ആ കോഴ്സിന്റെ ടൈപ്പ്, അതേപോലെ തന്നെ കോഴ്സ് കാറ്റഗറി. ഇനി കോഴ്സ് ടൈറ്റിൽ എന്ന് പറയുന്നതാണ് നമ്മുടെ സബ്ജക്റ്റിന്റെ പേര്. ഇനി നമുക്കറിയാം ഇവിടെ നമുക്ക് ഒരു ക്രെഡിറ്റ് സിസ്റ്റം ആണ്. അപ്പൊ ആ ക്രെഡിറ്റിന്റെ സ്ട്രക്ചർ LTPR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ലെക്ചർ, ട്യൂട്ടോറിയൽ, പ്രാക്ടിക്കൽ, പ്രോജക്റ്റ്. അപ്പൊ നമ്മൾ R എന്ന് പറയുന്ന പ്രോജക്റ്റ് ആണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് സെമില് അങ്ങനെ പ്രോജക്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല, പക്ഷെ ചില സബ്ജക്ട്സ് നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ വരുന്നുണ്ട്. പിന്നെ CIA ആൻഡ് ECE, അത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഇന്റേണൽ അസസ്മെന്റും അതേപോലെ തന്നെ എൻഡ് സെമിസ്റ്റർ എക്സാമിനേഷനും. അതായത് ഇന്റേണൽ എക്സാം ഉണ്ടാവും. ഇന്റേണൽ എക്സാം കഴിഞ്ഞ് അതിനുശേഷമാണ് നമുക്ക് ഈ പറഞ്ഞ പോലെ എൻഡ് സെമിസ്റ്റർ എക്സാം വരുന്നത്, യൂണിവേഴ്സിറ്റി എക്സാം വരുന്നത്. അപ്പൊ അതിന്റെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്, പിന്നെ ഓരോ സബ്ജക്റ്റിനും ക്രെഡിറ്റ് ഉണ്ടാവും. ചില സബ്ജക്റ്റിന് കൂടുതൽ ക്രെഡിറ്റ് ഉള്ള സബ്ജക്ട് ഉണ്ടാവും, ചില സബ്ജക്റ്റിന് ക്രെഡിറ്റ് കുറവായിരിക്കും. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് വരുന്നത് നമുക്ക് മാത്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്. മാത്സ് ആണ് ഫസ്റ്റ് സബ്ജക്ട്. മാത്സിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ 40 മാർക്സ് നമ്മൾ ഇന്റേണൽ അസസ്മെന്റും 60 മാർക്ക് എക്സ്റ്റേണൽ എക്സാമിനും അങ്ങനെയാണ് വരുന്നത്. അടുത്തത് ഫിസിക്സ് ആണ്, ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്. അപ്പൊ ഇതിലെല്ലാം തന്നെ നമുക്ക് ഇപ്പൊ നമുക്കൊരു ഡ്രാഫ്റ്റ് സിലബസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് നമുക്ക് 4 മോഡ്യൂൾസ് ആണ് ഉണ്ടാവുക. ഒരു സബ്ജക്റ്റിൽ തന്നെ 4 മോഡ്യൂൾസ് ആയിട്ടായിരിക്കും ഉണ്ടായിരിക്കുക. ഫിസിക്സ് ഫോർ ഇൻഫർമേഷൻ സയൻസ്, ഫിസിക്സിൽ നമുക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. ഓക്കെ, പ്രാക്ടിക്കൽ വരുന്നത് 2 ക്രെഡിറ്റ് ആണ് വരുന്നത്. ദെൻ അതിനകത്ത് നമുക്ക് വരുന്നത് 40-60 ആയിട്ട് തന്നെയാണ്, ഇന്റേണൽ 40, എക്സ്റ്റേണൽ 60. നെക്സ്റ്റ് കെമിസ്ട്രി ആണ്, കെമിസ്ട്രിക്കും നമുക്ക് പ്രാക്ടിക്കൽ വരുന്നുണ്ട്. അപ്പൊ ഇതിൽ ഫിസിക്സും കെമിസ്ട്രി നമ്മൾ ഫസ്റ്റ് സെമിൽ പഠിക്കേണ്ടി വരില്ല. ഒന്നില്ലെങ്കിൽ ഫിസിക്സ് ഫസ്റ്റ് സെമിൽ പഠിച്ചാൽ കെമിസ്ട്രി സെക്കൻഡ് സെമില്, കെമിസ്ട്രി ആണ് ഫസ്റ്റ് സെമിൽ എന്നുണ്ടെങ്കിൽ ഫിസിക്സ് സെക്കൻഡ് സെമിൽ. അത് കോളേജസ് ആണ് ഡിസൈഡ് ചെയ്യുക. കുറച്ച് ബ്രാഞ്ചസിന് ഫിസിക്സ് ആവും ഫസ്റ്റ് സെമില്, കുറച്ച് ബ്രാഞ്ചസിന് കെമിസ്ട്രി ആയിരിക്കും ഫസ്റ്റ് സെമില്. അങ്ങനെയാണ് അത് വരുന്നത്. അടുത്ത നമ്മൾ നോക്കുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് കമ്പ്യൂട്ടർ എയ്ഡഡ് ഡ്രോയിങ്. അത് ആക്ച്വലി ഒരു ഡ്രോയിങ് പേപ്പർ ആണ്. ഓക്കെ, വരച്ചുകൊണ്ട് പഠിക്കാനുള്ള ഒരു പേപ്പർ ആണ്, ഒരു തിയറി പേപ്പർ അല്ല അത്. സോ അതിൽ നമുക്ക് അഗൈൻ 40 മാർക്സ് ഇന്റേണൽ, 60 മാർക്ക് എക്സ്റ്റേണൽ എന്നുള്ള രീതിയിൽ തന്നെയാണ് വരുന്നത്. ഈ SS എന്ന് പറഞ്ഞ സെൽഫ് സ്റ്റഡി അവേഴ്സ് ആണ് കേട്ടോ. അങ്ങനെ ഒരു സംഭവം കൂടെ അതിനകത്തുണ്ട്, സെൽഫ് സ്റ്റഡി. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ്. അപ്പൊ ഈ സബ്ജക്ട് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ ഇലക്ട്രിക്കലും പഠിക്കണം, ഇലക്ട്രോണിക്സും പഠിക്കണം. അപ്പൊ 4 മോഡ്യൂളിൽ 2 മോഡ്യൂൾ ഇലക്ട്രിക്കൽ ആയിരിക്കും, 2 മോഡ്യൂൾ ഇലക്ട്രോണിക്സ് ആയിരിക്കും. അപ്പൊ അതിൽ മാർക്കും അങ്ങനെ തന്നെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലിന് 20 മാർക്ക് ഇന്റേണൽ, 30 മാർക്ക് എക്സ്റ്റേണൽ എക്സാം. ഇലക്ട്രോണിക്സിന് 20 മാർക്ക് ഇന്റേണൽ എക്സാം, 30 മാർക്ക് എക്സ്റ്റേണൽ എക്സാം. ഓക്കെ, അടുത്തത് അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ. അപ്പോ അൽഗോരിതമിക് തിങ്കിങ് വിത്ത് പൈത്തൺ എന്ന് പറയുന്നത്
നമുക്ക് ഈ വർഷം മുതൽക്ക് വന്ന പുതിയ സബ്ജക്റ്റ് ആണ്. എല്ലാ ബ്രാഞ്ചുകാർക്കും കോമൺ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ഈ പറഞ്ഞ പോലെ പൈത്തൺ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി പഠിച്ചിട്ടുണ്ടാവും. സി പ്ലസ് പ്ലസ് ഒക്കെ നമ്മൾ പഠിക്കുന്ന പോലെ തന്നെയുള്ള ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. സോ അഗെയിൻ അതിന്റെ നമുക്ക് ഈ പറഞ്ഞ പോലെ പ്രാക്ടിക്കൽസ് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഫിസിക്സും കെമിസ്ട്രിയും പൈത്തണും ആണ് കമ്പ്യൂട്ടർ ലാബ് ആയിരിക്കും ഇത് പ്രാക്ടിക്കൽ വരുന്നത്. അഗെയിൻ 40-60 തന്നെയാണ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ വരുന്നത്. പിന്നെ നമുക്ക് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സിന്റെ ഒരു വർക്ക്ഷോപ്പ് ആണ് ഉണ്ടാവുക. വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞാൽ ലാബ് പോലെ തന്നെയാണ്. അപ്പൊ അവിടെ നമുക്ക് പോയി കഴിഞ്ഞാൽ കുറേയധികം പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻസ് ആയിരിക്കും ഉണ്ടാവുക. അതിൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ 50-50 ഇന്റേണൽ മാർക്സും 50 എക്സ്റ്റേണലും ഉണ്ടാവും. അതിൽ പക്ഷേ ഇവാലുവേഷൻ ഇന്റേണൽ ഇവാലുവേഷൻ തന്നെയായിരിക്കും. അതായത് എക്സ്റ്റേണൽ എക്സാം ആണെങ്കിലും ഇന്റേണൽ ഇവാലുവേഷൻ തന്നെയായിരിക്കും കോളേജിൽ ഉണ്ടാവുക. പിന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ്, ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ ഈ സബ്ജക്ട് ഉണ്ട്. അതിൽ നമുക്ക് എക്സ്റ്റേണൽ എക്സാം ഉണ്ടാവില്ല, ഇന്റേണൽ മാർക്സ് മാത്രമായിരിക്കും വരിക. പിന്നെ സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്, മൂക്ക് കോഴ്സസ് ഉണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് പറയാം, നിങ്ങൾക്ക് ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ. അപ്പൊ ഇത്രയുമാണ് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ പഠിക്കേണ്ടത്. പിന്നെ ഒരു ബ്രിഡ്ജ് കോഴ്സ് ഉണ്ടാവും. അത് മാത്സ് അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ ടു കമ്പ്യൂട്ടർ സയൻസ് ഏതെങ്കിലും ഒരെണ്ണമായിരിക്കും. ഒരു 15 hours വരുന്ന ഒരു ബ്രിഡ്ജ് കോഴ്സും ഉണ്ടാവും. അപ്പൊ ഫസ്റ്റ് സെമ്മിൽ നമ്മൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ആദ്യം പഠിക്കേണ്ട കാര്യങ്ങളാണ് ഇത്രയും വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സെം നോക്കാം. അപ്പൊ സെക്കൻഡ് സെം എന്ന് പറഞ്ഞാൽ അഗെയിൻ നമുക്കിപ്പോ ഒരു ലാസ്റ്റ് ഇപ്പൊ ക്ലാസ് ഒക്കെ തുടങ്ങി കഴിഞ്ഞാൽ ഏകദേശം ഒരു ഡിസംബർ ജനുവരി ആ ടൈമിൽ ഫസ്റ്റ് സെമിന്റെ എക്സാം കഴിയും. അതിനുശേഷമാണ് സെക്കൻഡ് സെമിസ്റ്റർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ സെക്കൻഡ് സെമിസ്റ്റർ ജാനുവരി ടു ജൂൺ ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അവിടെ നമുക്ക് വീണ്ടും മാത്സ് പഠിക്കാനുണ്ട്. അപ്പൊ S1 നമ്മൾ മാത്സ് പഠിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് എന്തുണ്ട്, S2 മാത്സ് പഠിക്കാനുണ്ടാവും. ദെൻ ഫിസിക്സും കെമിസ്ട്രിയും നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഫിസിക്സ് ആണ് നമ്മൾ ഫസ്റ്റ് സെമിൽ പഠിച്ചതെങ്കിൽ ഇപ്പൊ കെമിസ്ട്രി പഠിക്കുക, കെമിസ്ട്രി ആണെങ്കിൽ തിരിച്ച് ഫിസിക്സ് പഠിക്കാം. അടുത്തത് ഫൗണ്ടേഷൻസ് ഓഫ് കമ്പ്യൂട്ടിംഗ് ഫ്രം ഹാർഡ്വെയർ എസെൻഷ്യൽ ടു വെബ് ഡിസൈൻ. അപ്പൊ നമ്മൾ ഫസ്റ്റ് സെമ്മിൽ തന്നെ ഒരു വെബ് ഡിസൈനിന്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു സബ്ജക്ട് പഠിക്കും. ദെൻ പ്രോഗ്രാമിംഗ് ഇൻ സി. ഓക്കെ, അപ്പോൾ +2 ഓൾറെഡി കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി അല്ലെങ്കിൽ C++ ഒരു ബേസിക്സ് ഉണ്ടാവും. അല്ല നിങ്ങൾ ബയോമാക്സ് കഴിഞ്ഞ് വന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് ഒരു പ്രോഗ്രാം, ഒരു കോർ സബ്ജക്ട് കൂടെ വരുന്നത്. ഇപ്പൊ സാധാരണ നമ്മൾ അങ്ങനെ അധികം കോർ സബ്ജക്ട്സ് കാര്യങ്ങളൊന്നും ഫസ്റ്റ് സെമ്മിൽ വരില്ലായിരുന്നു. പക്ഷെ ഇവിടെ ഒരു പ്രോഗ്രാം കോർ വരുന്നുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് എഞ്ചിനീയറിംഗ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് IPR എന്ന് പറഞ്ഞ ഒരു സബ്ജക്റ്റും കൂടെ നമുക്ക് പുതിയ സ്കീമിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതും ഈ പറഞ്ഞ പോലെ ഇന്റേണൽ എക്സ്റ്റേണൽ മാർക്ക് വരുന്ന 40-60. എഞ്ചിനീയറിംഗ് ഓൺടർപ്രണർഷിപ്പ് ആൻഡ് IPR മാത്രം 60 നമുക്ക് ഇന്റേണൽ, 40 എക്സ്റ്റേണൽ എന്നുള്ള രീതിയിലാണ് വരുന്നത്. ബാക്കിയെല്ലാം 40-60 ആയിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ലൈഫ് സ്കിൽ ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ, ഹെൽത്ത് ആൻഡ് വെൽനസ്, അതിൽ ഏതെങ്കിലും ഒന്ന് ഫസ്റ്റ് സെമ്മിൽ, ഫിസിക്സ് കെമിസ്ട്രി പോലെ തന്നെ ഫസ്റ്റ് സെമ്മിൽ ഒന്ന് സെക്കൻഡ് സെമ്മിൽ അങ്ങനെ ആയിരിക്കും വരിക. പിന്നെ IT-യുടെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്. ദെൻ ഒരു സ്കിൽ എൻഹാൻസ്മെന്റ് കോഴ്സ്. അപ്പൊ ഇത്രയാണ് നമുക്ക് സെക്കൻഡ് സെമ്മിലും വരുന്നത്. ഓക്കെ, അപ്പോൾ ഈ സബ്ജക്ട്സ് ഒക്കെ തന്നെ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ സിലബസ് നോക്കി അനലൈസ് ചെയ്ത് മനസ്സിലാക്കിയിട്ടാണ് പഠിച്ച് പോകേണ്ടത്. സോ ഇത്രയാണ് ഗ്രൂപ്പ് A വരുന്ന സബ്ജക്ട്സ്. താങ്ക് യു.